ഹലോ വെൽക്കം ബാക്ക് ടു ജന്നാസ് റെസിപ്പീസ്. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ചപ്പാത്തിക്കും അതുപോലെ ബ്രെഡിനും ഒക്കെ സൈഡായിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ട് മുട്ട വെച്ചിട്ട് ചെയ്യുന്ന ഒരു സൈഡ് ഡിഷിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഈസിയാണ് ഉണ്ടാക്കാൻ, അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. രാവിലെ ആയാലും രാത്രിയിലായാലും നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് വേണ്ടത് മുട്ടയാണ്. അപ്പോൾ ഞാനിവിടെ 4 മുട്ട വെച്ചിട്ടാണ് ചെയ്യുന്നത്. 4 മുട്ടയിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അടുത്ത് ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. നന്നായിട്ട് മിക്സ് ആക്കി എടുത്തതിന് ശേഷം ഒരു പാൻ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ടിട്ടൊന്ന് മെൽറ്റ് ആകുമ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ടയുടെ മിക്സ് മുഴുവനായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കണം. ബട്ടറൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ട് പാന് നന്നായിട്ട് ചൂടായിട്ടിരിക്കുന്ന സമയത്ത് വേണം നമ്മൾ ഇതിലേക്ക് മുട്ടയുടെ മിക്സ് ഒഴിച്ചു കൊടുക്കാൻ. എന്നിട്ട് നമ്മളിതുപോലെ മിക്സ് ആക്കി എടുത്തിട്ട് നന്നായിട്ടൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുത്താൽ മതി. നല്ല സോഫ്റ്റായിട്ട് തന്നെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. മുട്ടയൊക്കെ നന്നായിട്ട് കുക്കായിട്ട് നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ട് വന്നാൽ നമുക്കിത് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി അതേ പാനിലേക്ക് തന്നെ 1 ടേബിൾ സ്പൂൺ ബട്ടർ കൂടി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നിറയെ പൊടിയായിട്ട് കട്ട് ചെയ്തിട്ടുള്ള വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ചേർത്തിട്ട് വെളുത്തുള്ളിയുടെ പച്ച മണം ഒന്ന് പോയിട്ട് ഒരു മൂത്ത മണം വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ മൈദയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. മൈദ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ബട്ടറിൽ മൈദ ആദ്യം ഒന്ന് മൂപ്പിച്ചെടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് ഒരു 1/4 കപ്പ് പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം ഒരു 1/4 കപ്പോളം പാല് ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുത്തതിന് ശേഷം വീണ്ടും ബാക്കിയുള്ള പാൽ ഒഴിച്ചു കൊടുക്കുകയാണ്. പാല് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ട് ഒട്ടും കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. നന്നായിട്ട് മിക്സാക്കിയിട്ട് നന്നായിട്ട് ചൂടായിട്ട് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് എരിവിന് ആവശ്യത്തിന് ഞാനൊരു 1/2 ടീസ്പൂണോളം ചതച്ച മുളക് ചില്ലി ഫ്ലേക്സ് ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടി കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് ഈ ഒരു സോസ് നന്നായിട്ട് തിളച്ച് വന്നാൽ നമുക്കിതിലേക്ക് നമ്മൾ സ്ക്രാമ്പിൾ ചെയ്ത് വെച്ചിട്ടുള്ള മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്താൽ മതി. ഇനി നമുക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. നമുക്കിതിലേക്ക് നന്നായിട്ട് മിക്സാക്കി എടുത്തതിന് ശേഷം കുറച്ച് മല്ലിയില കട്ട് ചെയ്തത് കൂടി ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്താൽ നമുക്കിത് നല്ല ചൂട് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനും അതുപോലെ ബ്രെഡിൻ്റെ കൂടെ കഴിക്കാനും അടിപൊളിയായിട്ടുള്ള ഒരു ബട്ടർ ഗാർലിക് എഗ്ഗാണ്. അപ്പോൾ നമുക്കിത് ചൂടോടെ കൂടെ നല്ല ചൂട് ചപ്പാത്തിയുടെയും അതുപോലെ ബ്രെഡിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ അടിപൊളിയാണ്. ഞാൻ ടോസ്റ്റ് ചെയ്തിട്ടുള്ള ബ്രെഡിൻ്റെ കൂടെ കഴിക്കാനാണ് ഇന്നത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഒരു 10 മിനിറ്റ് മതി നമുക്കിത് റെഡിയാക്കി എടുക്കാനും. അപ്പോൾ ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.